ഹായ് ഫ്രണ്ട്സ്, ക്യൂസിംഗ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി അക്ഷരമുറ്റം പതിപ്പിൽ വന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം. ഉത്തരം ആശാ ശോഭന. ആശാ ശോഭനയാണ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് 2024 അർഹനായത് ആര്? ഉത്തരം അലോക് ശുക്ല. അലോക് ശുക്ലയാണ് 2024 ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് നേടിയത്. 2024 ലോക പുസ്തക തലസ്ഥാനം. ഉത്തരം സ്ട്രാസ്ബർഗ്. സ്ട്രാസ്ബർഗ് ആണ് 2024 ലോക പുസ്തക തലസ്ഥാനം. പാട്രിയറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ഉത്തരം അലക്സി നെവൽനി. റഷ്യൻ തടവറയിൽ കിടന്ന് മരിച്ച പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നെവൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക് സംഘടന പ്രഖ്യാപിച്ച സമ്മാനത്തുക. ഉത്തരം $50,000. $50,000 പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക് സംഘടന പ്രഖ്യാപിച്ച സമ്മാനത്തുക. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം. ഉത്തരം അരിസോണ. അരിസോണയാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം. 2024 മാർച്ചിൽ കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം അമേരിക്ക. അമേരിക്കയിലാണ് ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡെക്സ് ലെഫ്റ്ററിൻ്റെ രചയിതാവ്. ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡെക്സ് ലെഫ്റ്ററിൻ്റെ രചയിതാവ്. ഓസ്കാർ പുരസ്കാരത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ അവാർഡ് വിഭാഗം. ഉത്തരം കാസ്റ്റിംഗ് ഡയറക്ടർ. കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഓസ്കാർ പുരസ്കാരത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ അവാർഡ് വിഭാഗം. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം. ഉത്തരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ വനിതാ എഴുത്തുകാരി. ഉത്തരം ജെന്നി എർപെൻബെക്ക്. കെയറോസ് നോവലിലാണ് പുരസ്കാരം ലഭിച്ചത്. ഈ നോവൽ പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ ഹോഫ്മാനാണ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ. ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുറ. ഗോപിചന്ദ് തോട്ടക്കുറയാണ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ. ലാ മൊറനാഡ. നൃത്തരൂപത്തിൽ ഉത്ഭവത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ. ഉത്തരം പെറു, ബൊളീവിയ. പെറുവും ബൊളീവിയയാണ് നൃത്തരൂപത്തിൽ ഉത്ഭവത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ.
ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ചൈന. ചൈനയാണ് ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.